ഹലോ, വെൽക്കം ബാക്ക് ടു ഹോംലി അഡ്വഞ്ചേഴ്സ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പിസയാണ്. അതും ബ്രെഡും മുട്ടയും കൊണ്ടും മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പിസയാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-8 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ അരികൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 സ്പൂൺ മിൽക്കും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ഞാൻ എടുക്കുവാണേ. നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഹൈയിലും മീഡിയത്തിലും ഇടണ്ട, വളരെ ലോ ഫ്ലെയിം മതി. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാൻ ഒന്ന് നമുക്ക് ചൂടാക്കാൻ വെക്കാം. പാൻ ചെറുതായിട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഈ മുട്ടയിലേക്ക് മുക്കിയിട്ട് വേണം നമുക്ക് ഈ ബ്രെഡ് ഈ പാനിൽ വെക്കാൻ. ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കുക. നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഞാൻ 4 ബ്രെഡാണ് ഇപ്പൊ വെക്കുന്നത്. ഇതിന്റെ അരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഇതാക്കി വെക്കാം. നമ്മുടെ പാനിൽ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ആ മുട്ടയും കൂടി നമുക്ക് ഇതിന്റെ മേളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ അരികൊക്കെ ഒരു പിസയുടെ ഒരു ഷേപ്പായിട്ട് നല്ല റൗണ്ട് ഷേപ്പാക്കി നമുക്ക് സെറ്റ് ചെയ്ത് ചേർത്ത് വെക്കണം. എന്നാലും അതിന്റെ അരികൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. നന്നായിട്ട് തന്നെ അതിനുശേഷം നമുക്ക് ഇനി അത് മറിച്ചിടണം, അല്ലെങ്കിൽ അടിവശം അതിന്റെ കരിഞ്ഞു പോകുക. അടിവശം ഏകദേശം വെന്ത് വരുമ്പോൾ അത് മറിച്ചിടുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ടോപ്പിംഗ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് പിസ്സ സോസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും ചേർത്താൽ മതി. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ അങ്ങനെ ഇടാട്ടോ. ഒലിവ്സ്, നമുക്ക് കുറച്ച് മസാല ചീസ് ആഡ് ചെയ്യണേ. ഇതേ ടോപ്പിങ്സ് ഒരു ലെയറും കൂടി നമുക്ക് ഞാൻ ഇടുന്നുണ്ടേ. ഇപ്പൊ ഇട്ടതുപോലെ തന്നെ ഒരു തവണയും കൂടി ഇടാവേ. വെജിറ്റബിൾസ് ഇടുക. ചിക്കൻ, ചീസ്. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പൊ ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പൊ ഇത് ടോപ്പിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തു. ഞാനിനി ഈ ചീസ് ഒന്ന് നമുക്ക് മെൽറ്റായി വരുന്നത് വരെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം.
സോസൊക്കെ നന്നായിട്ട്, നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഈ പിസ്സ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുവാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഞായറാഴ്ച 4 മണിക്ക് വീണ്ടും കാണാം. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.